നമസ്തേ, നമസ്കാരം. ശശിധരൻ ആറാട്ടുവഴി തിരക്കഥ എഴുതി സംഗീത് ശിവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് യോധ. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ലാലേട്ടൻ, മോഹൻലാൽ, അതോടൊപ്പം AR റഹ്മാൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് മജീഷ്യൻ. തീർച്ചയായിട്ടും മലയാളികൾ ഏറ്റെടുത്ത ഒരു സൂപ്പർ ഹിറ്റ്, എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമായ യോധ ലോക മലയാളി പ്രേക്ഷകർക്ക് ഇപ്പോഴും എവരിഗ്രീൻ ചിത്രങ്ങളിൽ ഒന്നാണ് യോധ. അതോടൊപ്പം തന്നെ ആ ഒരു ചിത്രത്തിലെ സംഗീതം, മ്യൂസിക് മാജിക് തീർച്ചയായിട്ടും AR റഹ്മാന്റെ ഒരു വേറെ തലമാണ്. ഈ ഒരു ചിത്രത്തിന്റെ മൂല്യവത്തായ സ്റ്റോറി എന്ന് പറയുന്നത് നേപ്പാളിലെ റിംപോച്ചിയെ രക്ഷിക്കാൻ തൈപ്പറമ്പിൽ അശോകനും അതോടൊപ്പം അപ്പുക്കുട്ടനും അക്കൂസൂട്ടനും തീർച്ചയായിട്ടും പ്രാധാന്യമേറുന്ന കഥാപാത്രങ്ങളാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും കുടികൊള്ളുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന, ഓർക്കുന്ന, മനസ്സിൽ കാതുകളിൽ അപ്പോഴും ഇപ്പോഴും ചേകേറിയ ഒരു വമ്പൻ ട്വിസ്റ്റ് നടത്തുന്ന ഈ ഒരു ചിത്രത്തിന്റെ സ്റ്റോറി വളരെ മൂല്യവത്തായ ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ചിത്രത്തിന്റെ പേര് യോധ എന്നിട്ടിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ കോമഡിക്ക് കോമഡി, ആക്ഷന് ആക്ഷൻ, സംഗീതത്തിന് സംഗീതം. തീർച്ചയായിട്ടും ഏതൊരു സിറ്റുവേഷനിലും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മൂല്യവത്തായ സംഗീത സംവിധായകന്റെ കരവിരുത്, കഴിവ്, അല്ലെന്നല്ലെങ്കിൽ മാജിക് മ്യൂസിക് ശരിക്കും നീതി പുലർത്തി എന്ന് തന്നെ വേണം പറയാൻ. തീർച്ചയായിട്ടും ഫൈറ്റിംഗ് സീനുകളിൽ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ശരിക്കും തരംഗമാണ് ഈ ഒരു ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സംഗീത് ശിവന്റെ എക്കാലത്തെയും കിടപിടിക്കാൻ സാധിക്കാത്ത ഹിറ്റുകളിൽ, വമ്പൻ ഹിറ്റുകളിൽ ഒന്നാണ് യോധ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം. ഈ ഒരു ചിത്രത്തിൽ ലാലേട്ടനും ജഗദീഷ് ശ്രീകുമാറും തമ്മിലുള്ള കോമഡി രംഗങ്ങൾ ഒരു ഹാസ്യ കലാകാരൻ കിടപിടിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് സംഗീത് ശിവൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. വമ്പൻ ട്വിസ്റ്റുകൾ അടങ്ങുന്ന ഈ ഒരു ചിത്രത്തിന്റെ മൂല്യത ലോക മലയാളികൾ മാത്രമല്ല, തമിഴ് സിനിമ ഇൻഡസ്ട്രി, ഹിന്ദി സിനിമ ഇൻഡസ്ട്രി, അങ്ങനെ ഒട്ടനവധി ഭാഷകളിലൂടെ തരംഗം സൃഷ്ടിച്ച ഒരു ചിത്രമാണ് തീർച്ചയായിട്ടും യോധ എന്ന് പറയുന്ന ഈ ഒരു AR റഹ്മാൻ മ്യൂസിക് ചെയ്ത ഈ ഒരു ചിത്രം. 1992 സെപ്റ്റംബർ 3 ഈ ഒരു മനോഹര ചിത്രം മലയാളികൾക്ക് തിയേറ്ററിൽ സ്വീകരിക്കാൻ സാധിച്ച ഒരു ദിവസം. ശരിക്കും ഈ ഒരു ചിത്രത്തിൽ മൂല്യവത്തായ കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിലെത്തിച്ചത് ആരൊക്കെയെന്ന് നോക്കിയാൽ ലാലേട്ടൻ, മോഹൻലാൽ, മധു രഘുനാഥ്, ജഗദീഷ് ശ്രീകുമാർ, MS തൃപ്പൂണിത്തുറ. ആ മൂല്യവത്തായ കഥാപാത്രം റിംപോച്ചെ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച സിദ്ധാർത്ഥ് ലാമ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനാണ്. യോധ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ വില്ലനെ കണ്ടാൽ തീർച്ചയായിട്ടും ഞെട്ടിത്തെറിക്കുന്ന രംഗങ്ങൾ മാത്രമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഓരോ പ്രേക്ഷകരുടെയും മനസ്സിൽ. ആ ഒരു കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത് പുനീത് ഈശ്വർ എന്ന് പറയുന്ന ആ ഒരു ആക്ടറാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അതോടൊപ്പം തന്നെ സുകുമാരി ചേച്ചി. തീർച്ചയായിട്ടും ഗംഭീര പ്രകടനമാണ്. ഒടുവിൽ ഉണ്ണികൃഷ്ണനും സുകുമാരി ചേച്ചിയും കൂടി ചെയ്തിരിക്കുന്ന ഗംഭീര പ്രകടനം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാനാവാത്ത രംഗങ്ങളാണ് പ്രേക്ഷകർക്ക് ആ ഒരു ചിത്രത്തിലൂടെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല സംഗീത് ശിവന്റെ ഡയറക്ഷൻ, അതോടൊപ്പം തന്നെ AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിന്റെ രണ്ടാമത്തെ, റോജ ചെയ്തതിനു ശേഷം ചെയ്യുന്ന രണ്ടാമത്തെ സംഗീത സംവിധാനം ചെയ്യുന്ന ആ ഒരു ചിത്രമാണ് യോധ. തീർച്ചയായും ബിജു തിരുമല എഴുതിയ മനോഹര ഗാനങ്ങൾ. ഈ 3 പോയിന്റ്സും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി എന്ന് തന്നെ വേണം പറയാൻ. അതോടൊപ്പം ലാലേട്ടൻ, ജഗദീഷ് ശ്രീകുമാർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, MS തൃപ്പൂണിത്തുറ, അതോടൊപ്പം തന്നെ സുകുമാരി ചേച്ചി, എല്ലാവരും ഒന്നിനൊന്നും മെച്ചം. ശരിക്കും ഈ ഒരു ചിത്രത്തിന്റെ മൂല്യവത്തായ പോയിന്റ്സ് എന്ന് പറയുന്നത് ആക്ഷന് ആക്ഷൻ, കോമഡിക്ക് കോമഡി, സംഗീതത്തിന് സംഗീതം. തീർച്ചയായിട്ടും ഓരോ രംഗങ്ങളും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിന്റെ മ്യൂസിക് മാജിക് ആണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ച ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു യോധ ആ ഒരു കാലഘട്ടത്തിലും. അതോടൊപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിലും മീഡിയകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആദ്യ പട്ടികയിൽ കാണാവുന്ന ഒരേ ഒരു ചിത്രമാണ്, ഒരു കോമഡി ആക്ഷൻ ചിത്രമാണ് യോധ. ഈ ഒരു ചിത്രത്തിന്റെ വളരെ മൂല്യവത്തായ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത് നേപ്പാൾ പ്ലസ് കേരള. തീർച്ചയായിട്ടും നേപ്പാളിലെ വശ്യ സൗന്ദര്യം അടങ്ങുന്ന ആ ഓരോ രംഗങ്ങളും തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ മനസ്സുകളിൽ നിന്നും ഒട്ടും തന്നെ മാഞ്ഞു പോവാത്ത രീതിയിലാണ് ഒപ്പിയെടുത്തിരിക്കുന്നത്. ഇപ്പോഴും ഓരോ അഭിമുഖത്തിലും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡ് പറയുന്നത് യോധ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിലെ പടകാളി എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനം ഒരിക്കലും ഞാൻ സംഗീതം ചെയ്താൽ ഹിറ്റാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്
അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത്. തീർച്ചയായിട്ടും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് മജീഷ്യന്റെ വിരലുകളിൽ നിന്ന് അടർന്നു വീണ സംഗീതം പ്രേക്ഷകർ ഹൃദയത്തോടാണ് ചേർത്തത്. തീർച്ചയായിട്ടും ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലും ആ ഒരു ഗാനത്തിന്റെ സംഗീതവും ആ ഒരു ആലാപനവും ആ ഒരു വരികളും ഒരു പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് പോവാത്ത രീതിയിലാണ് AR റഹ്മാൻ ആ ഒരു സംഗീതം ചെയ്തത്. ഒരു ചിത്രത്തിലെ മ്യൂസിക് ടൂൺസ്, ആ ഒരു ചിത്രത്തിലെ മാജിക് ടൂൺസ്, ആ ഒരു ചിത്രത്തിന്റെ ഗതി മാറ്റി മറിക്കുന്ന ഓരോ രംഗങ്ങൾക്കും അനുസരിച്ചുള്ള സംഗീതം കൊടുത്തിരിക്കുന്ന ഈ ടാലന്റ് ആയുള്ള AR റഹ്മാൻ ഒരു ബിഗ് സല്യൂട്ട്. ഒരു ചിത്രത്തിന്റെ സ്റ്റോറി റൂട്ട് പോകുന്നു സംഗീതത്തിന് ഒത്തിരി പ്രാധാന്യം നൽകി തന്നെയാണ്. തീർച്ചയായിട്ടും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിന്റെ മാന്ത്രിക വിരലുകൾ ഓടുവാനുള്ള കാരണവും അത് തന്നെയായിരിക്കണം. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ബോക്സിൽ വരിക. I am waiting.